ഹലോ, വെൽക്കം ടു ക്രാഫ്റ്റിക്കോൺ ചാനൽ. അപ്പം നമുക്ക് ഇന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്താലോ? അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത് സംഭവം സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം മഷ്റൂം തീമിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് മഷ്റൂം നമുക്ക് വരച്ചു കൊടുക്കണം. റെഡ് കളർ ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ട് അല്ല, ഒരു ഓവൽ ഷേപ്പ് പോലെ മഷ്റൂമിൻ്റെ ഷേപ്പില്ലേ, അതുപോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ, ഞാൻ എടുത്തേക്കുന്ന ബോട്ടിൽ കെച്ചപ്പിൻ്റെ ബോട്ടിലാണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ബോട്ടിൽസ് ഒക്കെ എടുക്കാം വലിപ്പം. അപ്പം കുറച്ച് എന്താണ് ഗ്ലാസ് ബോട്ടിലൊക്കെ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ലുക്ക് കിട്ടണം കേട്ടോ. പിന്നെന്താ, ഇതുപോലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ രണ്ട് എന്താണ് കോട്ടിംഗ് ആയിട്ട് വരച്ചു കൊടുത്താൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇത് ധൃതി പിടിച്ചൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നൈറ്റിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നൈറ്റിലൊക്കെ കുറച്ച് ഇതുപോലൊക്കെ വരച്ച് ഇതിൻ്റെ ചെയ്ത ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി വിട്ടിട്ടാണ് പിന്നെ അടുത്ത പാട്ട് മോർണിംഗിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവാൻ പറ്റും. പിന്നെ ദാണ്ട് ഈ മഷ്റൂമിൻ്റെ ആ ഞെട്ട് പോലെ സംഭവമില്ലേ, അതൊക്കെ ഞാനൊരു ക്രീം കളർ, കുറച്ച് ബ്രൗൺ അല്ല, ഒരു യെല്ലോയിഷ് കളറും പിന്നെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്താണ് ഇത് ആക്കിയെടുത്തത്. അത് ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെന്താ, പിന്നെ നമുക്ക് ഇത് ഉണങ്ങണം കേട്ടോ നന്നായിട്ട്. നന്നായിട്ട് ആ റെഡ് കളർ ഉണങ്ങിയ ശേഷം മാത്രമേ നമുക്ക് അതിൽ കുറച്ച് മഷ്റൂമിൻ്റെ മറ്റേ വെള്ള ഡോട്ട്സ് ഇല്ലേ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ബഡ്സ് ആണ് എടുത്തേക്കുന്നത്. ബഡ്സ് എടുത്തിട്ട് അതിന് മുന്നേ ആയിട്ട് ഞാനൊരു സംഭവം പറയാൻ വിട്ടുപോയി. അതാണ്ട് ഇതുപോലെ ഒരു നമ്മുടെ ഫോം ക്ലേ ഇല്ലേ, ആ സംഭവം വെച്ചിട്ട് ഒരു മഷ്റൂം ഉണ്ടാക്കി കൊടുക്കണം. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിന് നല്ല കളറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നല്ല റെഡ് കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗ്ലേസിങ് പോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ഞാൻ ഇത് ഉണങ്ങുന്ന ഒരു സമയമില്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല ചെടി എൻ്റെ പുല്ല് പോലെയൊക്കെ കുറച്ചിങ്ങനെ ചുമ്മാ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പൂക്കളില്ലേ, അതൊക്കെ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. അപ്പം ഞാനങ്ങനെ വരച്ചിട്ടില്ല. നമ്മുടെ ബഡ്സ് ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ കുത്തിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഫ്ലവേഴ്സൊക്കെ കിട്ടും. പിന്നെ ദാണ്ട് ഞാൻ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം നല്ല ഡ്രൈ ആവണം കേട്ടോ. ഡ്രൈ ആയ ശേഷം മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സായി കുളമായി പോകും. പിന്നീട് എന്ത് ചെയ്യുക, ഇത് എല്ലാം ഡോട്ട്സ് എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അപ്പം അത്രയേ ഉള്ളടാ, ഇത് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്ത ശേഷം പിന്നെന്ത് ചെയ്യുക, പിന്നെ നമ്മുടെ ആ മഷ്റൂമിൻ്റെ ആ റെഡ് കളർ മഷ്റൂം ഉണ്ടാക്കിയില്ലേ, അതിൽ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഞാനിത് ധൃതി പിടിച്ചൊക്കെ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പടന്നൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഒരു സമാധാനമില്ല, പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്ത് പിന്നെ രണ്ടാമത് ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് റെഡൊക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുണ്ടടാ എൻ്റെ മഷ്റൂം ഞാൻ ഡോട്ടിട്ട ശേഷം അത് തറയിൽ വീണ് അവിടെ അല്ല അത് പടന്ന്. പിന്നെ ഞാൻ ഒരു വിധത്തിലൊക്കെ റെഡിയാക്കി എടുത്ത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ നെക്സ്റ്റ് ഒരു കോട്ടിങ് ഇടാവൂ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഈ ബോട്ടിൽ പെയിൻറ് എന്ന് പറയുന്ന പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. സിമ്പിളല്ല, നമ്മൾക്ക് ആദ്യമൊക്കെ കുറച്ച് പാടായിട്ട് തോന്നും. പിന്നെ പക്ഷേ നമുക്ക് സിമ്പിൾ, ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഇതാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സ്ട്രോബെറിയോ പിന്നെ എന്തെങ്കിലും ഒക്കെ ഇഷ്ടമുള്ള സംഭവമൊക്കെ ഉണ്ടാക്കാം. അപ്പം അത്രയേ ഉള്ളടാ. പിന്നെ ഇടയ്ക്ക് ഉണ്ടാവും എൻ്റെ പെയിൻ്റൊക്കെ അവിടെ പടന്നിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഫെയറി ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു വ്യൂവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും. മണി പ്ലാന്റ് ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.